താങ്കളെ പ്ലാനിംഗ് ബോർഡിലേക്ക് എടുക്കുന്ന ഒരു ഇടത് ഗവൺമെന്റാണ്. ഇപ്പൊ താങ്കളുടെ ഇടത് വ്യൂ ഒക്കെ മാറി. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഇടവിരുദ്ധത ഉണ്ടെങ്കിൽ ഞാൻ ഇടതുവിരുദ്ധനാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ പുരോഗമനവാദിയാണെങ്കിൽ ഞാൻ പുരോഗമനവാദിയാണ്. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞതിനകത്ത് എൻ്റെ ചിന്തകളെല്ലാം ഉണ്ട്. അതിനകത്ത് ഞാൻ ആർക്കെങ്കിലും വിരുദ്ധനാവുന്നത് അവർക്ക് ഞാൻ പറയുന്ന ആശയത്തോട് എതിർപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇടതുപക്ഷ ഗവൺമെൻറ്, വലതുപക്ഷ ഗവൺമെൻറ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, ഇതൊന്നും അല്ല എന്നെ ബാധിക്കുന്ന പ്രശ്നം. ട്രെയിനിൻ്റെ പേര് ചോദിച്ച പോലെ തന്നെയാണ്. സിൽവർ ട്രെയിൻ അല്ല എന്നെ ബാധിക്കുന്ന പ്രശ്നം. എനിക്ക് വേണ്ടത് സ്പീഡാണ്, കംഫർട്ടാണ്, സുരക്ഷിതത്വമാണ്. ഇത് മൂന്നും ആര് തരുന്നോ അവരെയൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ഈ സ്പീഡിൻ്റെയും കംഫർട്ടിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഒക്കെ വക്താവാണ്. താങ്കളും പ്ലാനിംഗ് ബോർഡിൽ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം ഇടതുപക്ഷം കാലത്തിനനുസരിച്ച് മാറി എന്നുള്ളത് കൂടിയാണോ? അല്ല, ഇടതുപക്ഷം അല്ല, എല്ലാ പാർട്ടികളും കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്, അതായത് സംശയമൊന്നുമില്ല. ഇപ്പോൾ പല പാർട്ടികളും എനിക്ക് തോന്നുന്നത് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപൂർവം ചില പാർട്ടികൾ ഇങ്ങനെ മസിൽ പിടിച്ച് അല്ലെങ്കിൽ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില പ്രത്യേക അജണ്ടകൾ മുന്നോട്ട് വെച്ച് പോകുന്നത് അവരുടെ ആ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ലേ? 25 കൊല്ലം മുമ്പത്തെ ടൂറിസത്തെക്കുറിച്ചുള്ള ഇടതു മുന്നണിയുടെ കാഴ്ചപ്പാട് തന്നെയല്ലല്ലോ ഇന്നത്തെ ടൂറിസം മന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പം സ്വാഭാവികമാണ്, അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. ആ മാറ്റത്തെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും വേണം. അതൊക്കെ തീർച്ചയായിട്ടും നമുക്കൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഉള്ള അവസരമാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹയർ എഡ്യൂക്കേഷനും മലയാളി സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നവരുടെ കൂടി വരും. നമ്മുടെ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് ലാഗ്? എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇവർ വിദ്യാഭ്യാസം ഇവിടുത്തെ മോശമായതുകൊണ്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ പോക്കിൻ്റെ ഉദ്ദേശം എന്താ? വിദ്യാഭ്യാസമല്ല. ഈ വിദ്യാഭ്യാസത്തോടൊപ്പം അവിടെ ജോലി ചെയ്യാം, ജോലി ചെയ്ത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ അവിടെ തുടരാം. അതാണ് ലക്ഷ്യം. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മോശമാണെന്ന് അങ്ങനെ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാലത്തിനനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ. യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഞാനൊരു വിമാനത്തിലെ യാത്രികൻ മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി റൂട്ട് എഴുതി കൊണ്ടുപോയി പൈലറ്റിനെ കൊണ്ടുപോയി കൊടുത്ത അയാൾ എന്തായിരിക്കും അത് ചെയ്യുക? മലയാളികളെ ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിച്ചാൽ ഈ കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് പറയുന്ന ഒരു ക്രൗഡ് ഉണ്ട്. എന്ത് പറഞ്ഞാലും കേരളം ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ എല്ലാം മോശം, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന വേറൊരു ക്രൗഡും ഉണ്ട്. ഇതിൽ ആക്ച്വലി പുറത്തുനിന്ന് നോക്കുമ്പോൾ കേരളം എവിടെയാണ് നിൽക്കുന്നത്? അത് നമുക്ക് ഈ രണ്ട് ഉത്തരത്തിൽ നിന്ന് അറിയാമല്ലോ. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും. അതെ, കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ നല്ല നടക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ എപ്പോഴും പോസിറ്റീവ് അല്ലേ? ഇപ്പോൾ ഒരു ശരിയായ ഒരു കാര്യത്തിന് അല്ലേ, ഒരു ക്രൗഡിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബോട്ടപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തിന്മയ്ക്ക് എതിരായി നിൽക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ എപ്പോഴും ചിന്ത. ഈ തിന്മയേത് നന്മയേതെന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് തെറ്റ് വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് വലിയ തെറ്റാ. പക്ഷേ തിന്മയ്ക്കെതിരായിരിക്കണം എന്നുള്ളത് ഒരു മനസ്സ് നല്ലതല്ലേ? അവിടെയാണ് പ്രശ്നം. കേരളത്തിൻ്റെ പൊതുസമൂഹം തിന്മയ്ക്കെതിരാണ്, നന്മയ്ക്ക് അനുകൂലമാണ്. പക്ഷേ തിന്മ ഏത് നന്മ ഏതെന്ന് തിരിച്ചറിയാൻ ചില ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നോട് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശത്തുണ്ടല്ലോ, അവരോട് ഈ അഭിപ്രായം നിങ്ങളൊരു സർവേ നടത്തൂ. നിങ്ങൾ ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ചു, ഇപ്പോൾ വിദേശത്ത് ജീവിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഞാൻ പറയുന്നതൊക്കെ കുറേ കൂടെ ക്ലാരിറ്റിയുള്ള ഉത്തരവായിരിക്കും, ആധികാരികമായിരിക്കും. അതൊന്ന് പഠിച്ചാൽ എന്തായിരിക്കും അവർ പറയുക എന്നറിയാമല്ലോ. അവർക്കൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയാനും പറ്റുമല്ലോ, പറയുന്നുണ്ടാവുമല്ലോ. ഞങ്ങളിതുപോലെ യൂത്തുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഈ യൂത്തിൻ്റെ ഒരു പെർസെപ്ഷനിൽ ഒരുപാട് മാറ്റം, ആസ്പിറേഷൻസിലും പെർസെപ്ഷൻസിലും ഒക്കെ മാറ്റം. ഇപ്പം നമ്മളൊരു 20കളിലുള്ള ഒരു യൂത്തിൻ്റെ ഒരു പെർസെപ്ഷൻ ഒരുപാട് മാറ്റം ഫീൽ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. യൂത്ത് മാറിയെന്ന് പറയാൻ പറ്റില്ല. യൂത്ത് മാറിയെന്ന് പറഞ്ഞാൽ അവർ നിശബ്ദരായി. പഴയ യൂത്തൊക്കെ കുറേ കൂടെ വിപ്ലവ വീര്യമുള്ള തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ
ഇന്ന് അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇതിനി മാറുമോ എന്നുള്ളൊരു സംശയം കൊണ്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക്, ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ സൗഹൃദങ്ങളെ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് ഒതുങ്ങി. യൂത്തിനെ ചലനം സൃഷ്ടിക്കുന്നവരായി ഇന്ന് കേരളത്തിൽ നിങ്ങളധികം കാണുന്നില്ല. ഉണ്ടോ? ഈ കോളേജ് യൂണിയനിലൊക്കെയുള്ള കുറച്ച്, അല്ലെങ്കിൽ കോളേജിലെ പൊളിറ്റിക്സിലൊക്കെ, യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സിലൊക്കെയുള്ള കുറച്ച് ചെറുപ്പക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഇറങ്ങുന്നില്ല. പഴയ പോലെ പ്രകൃതി സ്നേഹത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞ സൈലൻറ്റ് വാലി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തെരുവിൽ യുവാക്കളുണ്ടായിരുന്നു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിലൊക്കെ യുവ തരംഗമായിരുന്നു അല്ലേ? ഓരോ ഗ്രാമങ്ങളിലൂടെയും അവർ ജാഥകൾ നടത്തുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ ഇന്ന് ആൾ കിട്ടാതായി. അങ്ങനെ ഇല്ല. ഇപ്പോഴും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഈയിടെ ജാഥ നടക്കുന്ന കണ്ട മുഴുവൻ 60 വയസ്സിന് മുകളിലുള്ളവരാ. ഒറ്റ ചെറുപ്പക്കാരനെ ആ കൂടെ കാണാനില്ല. അതെ, അതായിരിക്കാം. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ സ്വപ്നം വേറെ എവിടെയോ പോയി കുരുങ്ങി കിടക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ കിടന്ന് അധികം വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നും എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നതെന്നും ചിന്തിച്ചിട്ടായിരിക്കാം. ഏത്? അല്ല, പ്രാക്ടിക്കൽ ആയാലേ പറ്റൂ. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് വേറൊരു വിഭാഗത്തിൻ്റെ, ഞാൻ പറയല്ലോ, സമൂഹത്തിലെ പല ലെയറുകളാണ്. അതിൽ ലീഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞതിൽ ചില ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവർ തീരുമാനിക്കണം. ഈ ഒഴുകിപ്പോകുന്നവരോടല്ല അത് നമ്മൾ മാറ്റാൻ പറയേണ്ടത്. ലീഡർഷിപ്പാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ കഴിവുള്ള ആളുകൾ, സംരംഭകർ, രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ നേതൃത്വം, ഇവരൊക്കെ കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുത്തെങ്കിലേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു 20 വർഷം കഴിഞ്ഞുള്ള കേരളത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്തായിരിക്കാം ഈ പോക്കാണെങ്കിൽ? മാറിക്കൂടായിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിനെ ബാധിക്കുന്ന വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നിരിക്കട്ടെ, പാശ്ചാത്യ നാടുകളിൽ വലിയൊരു വറുതി ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു ക്രാക്ക് ഡൗൺ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഈ പോയവരെല്ലാം തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരില്ലേ? ചരിത്രത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചരിത്രം എപ്പോൾ വേണേലും കീഴ്മേൽ മറിയാം, ഇല്ലേ? യൂറോപ്പ്, അമേരിക്ക ഒക്കെ എക്കാലവും യൂറോപ്പ് അമേരിക്ക ആയിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നങ്ങളിൽ അവർ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ഫ്ലറിഷിങ്ങുമായത് ഇന്ത്യ ആയിക്കൂടെ? ഈ പോയ യുവാക്കളെല്ലാം തിരിച്ചു ഒഴുകുന്ന ഒരു കാലം ഉണ്ടായിക്കൂടെ? അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുകയില്ല. എന്നാൽ അവൻ്റെ തകർച്ചയാവരുത് നമ്മുടെ പ്രതീക്ഷ. അമേരിക്ക തകരും, എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നാവരുത് നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ മികവ്.